നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീ മുത്തേരി. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഉയർന്നു വരുന്ന ചൂട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ് സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. 8 ജില്ലകളിൽ താപനില മുന്നറിയിപ്പുണ്ട്. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉയർന്ന ചൂട് കാരണമാകുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ്. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റ് ആൻഡ് വെതർ ഈ 2 വാക്കുകളും നാം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈർപ്പം, ഊഷ്മാവ്, കാറ്റിന്റെ വേഗത, മഴ മുതലായ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തെ അന്തരീക്ഷത്തിന്റെ ദൈനംദിന അവസ്ഥയെ ആ സ്ഥലത്തെ വെതർ എന്ന് വിളിക്കുന്നു. എല്ലാ ദിവസവും കാലാവസ്ഥാ നിരീക്ഷകർ വെതർ രേഖപ്പെടുത്തുകയും ഈ രേഖകൾ പതിറ്റാണ്ടുകളായി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ രേഖകളുടെ സഹായത്തോടെയാണ് വെതർ പാറ്റേൺ നിർണ്ണയിക്കുന്നത്. വളരെ കാലമായി എടുക്കുന്ന ശരാശരി വെതർ കണ്ടീഷൻസ് സ്ഥലത്തിന്റെ കാലാവസ്ഥ എന്ന് വിളിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ ഒരു ഏജൻസിയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ, കാലാവസ്ഥാ പ്രവചനം, ഭൂകമ്പശാസ്ത്രം എന്നിവയുടെ ഉത്തരവാദിത്തമുള്ള പ്രധാന ഏജൻസിയാണിത്. ഈ ഏജൻസിയാണ് നമ്മൾക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നത്. ഭരണപരവും സാങ്കേതികവുമായ നിയന്ത്രണത്തിന്റെ സൗകര്യാർത്ഥം മുംബൈ, ചെന്നൈ, ന്യൂഡൽഹി, കൽക്കട്ട, നാഗ്പൂർ, ഗുവാഹത്തി എന്നിവിടങ്ങളിൽ ആസ്ഥാനമായി ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിന്റെ കീഴിൽ ഓരോന്നിനും 6 പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രങ്ങളുണ്ട്. കൽക്കട്ട ആസ്ഥാനമാക്കി 1875 ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമായത്. കാലാവസ്ഥാ വ്യതിയാനം താപനിലയിലും കാലാവസ്ഥാ പാറ്റേണിലുമുള്ള ദീർഘകാല മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. സൂര്യന്റെ പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണം അത്തരം ഷിഫ്റ്റുകൾ സ്വാഭാവികമാണ്. എന്നാൽ 1800-കൾ മുതൽ മനുഷ്യപ്രവർത്തനങ്ങൾ കാലാവസ്ഥയെ വ്യതിയാനത്തിന്റെ പ്രധാന ചാലകമാണ്. പ്രാഥമികമായി കൽക്കരി, എണ്ണ, വാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതാണ് പ്രധാന കാരണം. സൂര്യന്റെ ഉദ്ഭവം മുതൽ അതിന്റെ പ്രകാശം ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഭാസം ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് പ്രധാനമാണ്. കാരണം സൂര്യൻ അന്തരീക്ഷ സർക്കുലേഷൻ നടത്താനുള്ള ഊർജം നൽകുകയും ഭൂമിയുടെ താപ ബഡ്ജറ്റിനുള്ള ഇൻപുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. സോളാർ കൊടുങ്കാറ്റുകളും മറ്റ് അസ്വസ്ഥതകളും കാരണം സൂര്യനിൽ നിന്നുള്ള വികിരണ ഊർജം വളരെ ചെറിയ സമയപരിധിയിൽ വേരിയബിൾ ആണ്. എന്നാൽ സൗരപ്രവർത്തനത്തിലെ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് ഫ്രീക്വൻസി ഓഫ് സൺസ്പോട്ട്, 0.0 മുതൽ സഹസ്രാബ്ദം വരെയുള്ള സമയ സ്കെയിലുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1645-നും 1715-നും ഇടയിൽ സൺസ്പോട്ട് പ്രവർത്തനം ഗണ്യമായി കുറച്ച മൗണ്ടർ മിനിമം ലിറ്റിൽ ഹിമയുഗത്തിലേക്ക് സംഭാവന ചെയ്യുന്ന ഘടകമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുമുണ്ട്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്ത സമയക്രമങ്ങളിൽ കാലാവസ്ഥയെ സ്വാധീനിക്കാൻ കഴിയും. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് വലിയ അളവിൽ സൾഫർ ഡയോക്സൈഡും മറ്റ് എയറോസോളുകളും സ്ട്രാറ്റോസ്ഫിയറിലേക്ക് ബഹിർഗമിക്കാൻ കഴിയും. ഇത് അന്തരീക്ഷ സുതാര്യതയും ഭൂമിയുടെ ഉപരിതലത്തിലേക്കും ട്രോപ്പോസ്ഫിയറിലേക്കും എത്തുന്ന സൗരവികിരണത്തിന്റെ അളവ് കുറയ്ക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രധാന ഹരിതഗൃഹവാതകങ്ങളിൽ കാർബൺ ഡയോക്സൈഡും മീഥേനും ഉൾപ്പെടുന്നു. കാറിൽ ഉപയോഗിക്കുന്ന ഗ്യാസോലിൻ, കൽക്കരി ഉപയോഗം എന്നിവയിലൂടെ ഇവ വരുന്നത്. കാടുകൾ വെട്ടിത്തെളിക്കുക വഴി കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടുന്നതിന് കാരണമാകുന്നു. കൃഷി, എണ്ണ, വാതക പ്രവർത്തനങ്ങൾ എന്നിവയാണ് മീഥേൻ ഉദ്ഭവത്തിന്റെ പ്രധാന ഉറവിടങ്ങൾ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ആഗോളതാപനം. കഴിഞ്ഞ 200 വർഷത്തിനിടയിൽ എല്ലാ ആഗോളതാപനങ്ങൾക്കും മനുഷ്യൻ ഉത്തരവാദിയാണെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ തെളിയിച്ചിട്ടുണ്ട്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2000 വർഷത്തിനിടയിൽ എപ്പോഴത്തേക്കാളും വേഗത്തിൽ ലോകത്തെ ചൂടാക്കുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് കാരണമാകുന്നു. ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം യുഗത്തിൽ നിന്നും ഗ്ലോബൽ ബോയിലിംഗ് ആഗോള തിളപ്പിക്കൽ യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് അടുത്തിടെ UN മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഭൂമിയുടെ ശരാശരി ഉപരിതല താപനില ഏകദേശം 2 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നു. അന്തരീക്ഷത്തിലേക്കും മറ്റും മനുഷ്യപ്രവർത്തനങ്ങളിൽ നിന്നും വർദ്ധിച്ചു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉദ്വമനം മൂലമാണ് ഈ മാറ്റം. 1969 മുതൽ 100 മീറ്റർ ഏകദേശം 328 അടി സമുദ്രത്തിന്റെ ഉയർന്ന താപനില 0.67 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 0.33 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കാണിക്കുന്നു. ആൽപ്സ്, ഹിമാലയം, ആൻഡീസ്, റോക്കീസ്, അലാസ്ക, ആഫ്രിക്ക എന്നിവയുൾപ്പെടെ ലോകമെമ്പാടും ഹിമാനികൾ പിൻവാങ്ങുകയാണ്. വ്യാവസായിക വിപ്ലവത്തിന്റെ തുടക്കം മുതൽ ഉപരിതല സമുദ്രത്തിന്റെ അസിഡിറ്റി ഏകദേശം 30% വർദ്ധിച്ചു. മനുഷ്യർ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതും അതിനാൽ കൂടുതൽ സമുദ്രത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതുമാണ് ഈ വർധനവിന് കാരണം. സമീപ ദശകങ്ങളിൽ മൊത്തം നരവംശ കാർബൺ ഡൈ ഓക്സൈഡിന്റെ 20% മുതൽ 30% വരെ സമുദ്രം ആഗിരണം ചെയ്തിട്ടുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വിശാലവും വൈവിധ്യപൂർണവുമാണ്. കൂടുതൽ ചൂടുള്ള ദിവസങ്ങൾ, ഉഷ്ണതരംഗങ്ങൾ, തീവ്രമായ വരൾച്ച, ജലക്ഷാമം, കഠിനമായ തീപിടുത്തങ്ങൾ, സമുദ്രനിരപ്പ് ഉയരൽ, വെള്ളപ്പൊക്കം, ഉരുകുന്ന ധ്രുവീയ മഞ്ഞ്, വിനാശകരമായ കൊടുങ്കാറ്റുകൾ, ജൈവ വൈവിധ്യം കുറയൽ എന്നിവയിൽ നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഈ മാറ്റങ്ങൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു. നമ്മുടെ ആരോഗ്യം, ഭക്ഷ്യോൽപാദനം, പാർപ്പിടം, സുരക്ഷ, ജോലി എന്നിവയെ ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്വമനം പരിസ്ഥിതിയുടെ ക്ഷേമവുമായി പൊരുത്തപ്പെടുന്ന തലത്തിലേക്ക് പരിമിതപ്പെടുത്താനുള്ള പരിപാടികൾ സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം. അതേസമയം ഇതിനകം നിരീക്ഷിക്കപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഒഴിവാക്കാനാവാത്ത ആഘാതങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിറ്റികളെ പിന്തുണയ്ക്കണം. സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായി മുൻഗണനകളെ സന്തുലിതമാക്കുന്ന കൂടുതൽ സുസ്ഥിരമായ ജീവിത രീതി കൈവരിക്കണം. ഹരിതഗൃഹവാതക ഉദ്വമനം പല വിധത്തിൽ കുറച്ചുകൊണ്ട് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനാകും. കൂടുതൽ ഊർജ കാര്യക്ഷമതയും പുനരുപയോഗ ഊർജത്തിന്റെ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതും കൂടുതൽ സുസ്ഥിരമായ നഗരഗതാഗതം കെട്ടിപ്പടുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കരയും വനങ്ങളും സമുദ്രങ്ങളും കാർബൺ സംഭരിക്കുന്നതിനാൽ ഈ കാർബൺ സിങ്കുകൾ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും നാം മികച്ച മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. മാറുന്ന കാലാവസ്ഥയിൽ നിന്ന് അവരുടെ ജീവിതത്തിനും ഉപജീവന മാർഗത്തിനും ഉണ്ടാകുന്ന അപകട സാധ്യതകൾ നേരിടാൻ അഡാപ്റ്റേഷൻ ആളുകളെ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഇതിനകം തന്നെ വെതർ, ജലസ്രോതസ്സുകൾ, വിള, സമുദ്ര ആവാസ വ്യവസ്ഥ എന്നിവയെ ബാധിച്ചു. ദീർഘകാല വികസന പരിപാടികളിലേക്ക് കാലാവസ്ഥാ പ്രതിരോധ തന്ത്രങ്ങളെ സമന്വയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നയരൂപകർത്താക്കൾ കൂടുതലായി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട്. എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട കാര്യം നാം തന്നെയാണ് നമുക്ക് ഭീഷണി. നമ്മൾ ഓരോരുത്തരും ഇതിന് ഉത്തരവാദികളാണ് എന്ന ബോധത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.